ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ബിഗ് ബോസ് എപ്പിസോഡ് 10 റിവ്യൂവുമായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ തുടങ്ങാമല്ലേ. ആദ്യം തന്നെ നമ്മുടെ മോർണിംഗ് സോങ് ആണ്. മോർണിംഗ് സോങ് കുടുക്ക് പൊട്ടിയ കുപ്പായം ഉടുത്ത് മിണ്ടണ നേരത്ത് എന്ന സോങ്ങാണ്. ഈ സോങ്ങും ഇന്നത്തെ കാര്യങ്ങളായിട്ട് കുറച്ച് ബന്ധമൊക്കെ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. എന്തോ നേരത്തെ കൂട്ടി ബിഗ് ബോസ് അറിഞ്ഞ് സോങ് ഇട്ട പോലെയാണ് എനിക്ക് തോന്നിയത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അനുവും ആദിലയും സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. അതായത് ഇന്നലെ രാത്രി നമ്മുടെ നിവിനെ തക്കാളി കട്ടെടുത്തിട്ട് വന്ന് അവരുടെ ബെഡിൽ കയറി കിടന്നതും ഷൈത്തൻ്റെയും അനുവിൻ്റെയും കൂടെ കിടന്നിട്ട് 2 ചേച്ചിമാരുടെ സ്നേഹം എനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോൺവെർസേഷനാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. ആദിലയോട് പറയാണ് അനു. അത് കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ അനീഷിന് എന്താണെന്ന് വെച്ചാൽ പറയുകയാണെങ്കിൽ ഫസ്റ്റത്തെ പ്രമോ അത് ഞാൻ അല്ലാതെ വേറെ ആർക്കും ഇവിടെ ഞാൻ കൊടുക്കില്ല, അതിൻ്റെ അവകാശം എനിക്ക് മാത്രമാണ് എന്നുള്ള പോലെയാണ്. എന്തായാലും ഫസ്റ്റ് പ്രമോ അത് അനീഷിന് മാത്രം സ്വന്തമാണ്. അതിനു വേണ്ടി എവിടുന്നെങ്കിലും ഒരു കണ്ടന്റ് കൊണ്ടുവന്ന് ഇടും അനീഷ്. അങ്ങനെ ഇന്നലെ കിച്ചണിൽ ഉണ്ടായതാണ്. ഒരു കാര്യവുമില്ല, ഒരു ഓവൻ തുറന്ന് വെച്ചിട്ട് വന്നു ജിസേൽ. അത് ജസ്റ്റ് അടച്ചിട്ട് വന്നാൽ മാത്രം മതി, അതിൽ വലിയ ഇഷ്യൂ ഒന്നുമില്ല. ഓഫാക്കിയിട്ട് അതിൽ നിന്നൊരു സാധനം എടുത്തിട്ട് ഇങ്ങോട്ട് വന്നു, അത് അടച്ചില്ല. അത് അടച്ചിട്ട് മിണ്ടാണ്ട് വന്ന അതിന് കണ്ട ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് പോയി ബാക്കിൽ ഞാൻ തന്നെ നടക്കണം എല്ലാം അടക്കാൻ എന്നുള്ള രീതിയിൽ ഓരോന്ന് പറഞ്ഞിട്ട് വന്ന് അത് നമ്മുടെ സരിക ചേച്ചി കേട്ടിട്ട് വന്ന് സരിക ചേച്ചി അതൊക്കെ ഒരു ക്യാപ്റ്റൻ ഇല്ലേ, അതൊക്കെ ചെയ്താൽ എന്താണ് എന്നുള്ള രീതിയിൽ സംസാരം. പിന്നെ മറ്റേ പടക്ക കമ്പനിക്ക് തീ കൊളുത്തിയ പോലെ ആയിപ്പോയി. അങ്ങനെ കത്തിക്കൊണ്ടേയിരുന്നു. ഒന്ന് വിട്ട് ഒരാൾ ഷാപ്പാനി ശരത്ത് പിടിച്ചു, അക്ബർ പിടിച്ചു, ഓണിയൽ സാബ് പിടിച്ചു. പിന്നെ അതിൽ ചെറിയൊരു തീ വീണ്ടും കത്തിക്കാനായി നമ്മുടെ ബിന്നി വന്നു. അങ്ങനെ എന്താ പറയുക, ഓലപ്പടക്കത്തിന് തീയിട്ട പോലെ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം അനീഷ് എന്താ പറയുന്നത് വെച്ചാൽ ഇത് ഞങ്ങളുടെ കിച്ചൺ ടീമിൻ്റെ പ്രശ്നമല്ലേ, അതിൽ വേറെ ആരും ഇടപെടേണ്ട ആവശ്യമില്ല, ഞങ്ങളുടെ ടീമിൻ്റെ പ്രശ്നം ഞങ്ങൾ തീർത്തോളാം, നിങ്ങളൊക്കെ എന്തിനാണ് ഇങ്ങോട്ട് ഞങ്ങളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കണം എന്നുള്ള രീതിയിലൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പം ഇങ്ങനെ ഇത് ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കണം. അതിൻ്റെ ഇടയിൽ മറ്റേ നമ്മുടെ ബിന്നി വന്നിട്ട് ചെറിയൊരു സ്പാർക്ക് അവിടെ ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട്, ഇന്ന് ഭക്ഷണം കിട്ടുമോ എന്നുള്ള രീതിയിൽ പിന്നെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ഭക്ഷണം വേണമെങ്കിൽ വിശക്കുന്നുണ്ടെങ്കിൽ വായു വിഴുങ്ങിക്കോ, ഇപ്പോൾ ഇവിടെ ഭക്ഷണം ആയിട്ടില്ല, അത്ര വിശപ്പാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയാൻ പാടില്ല. പക്ഷേ അനീഷ് അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതിനെ ചൊല്ലിയായി അവർ തർക്കം വന്നിട്ട് അത് കഴിഞ്ഞിട്ട് പോയി അപ്പുറത്ത് പോയി ഇരിക്കണം. എന്നിട്ട് നമ്മുടെ ഷാനവാസും സരിക ചേച്ചിയും കൂടെ പറയണം, ഒരു ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അത് അവിടെ കോംപ്രമൈസ് ചെയ്ത് പോകുന്ന ആളാണ് ക്യാപ്റ്റൻ. ഇയാൾ എന്താ ചെയ്യുന്നത്, പ്രശ്നങ്ങൾ ഉണ്ടാക്കിയും കൊണ്ടേ ഇരിക്കുകയല്ലേ, ഇല്ലാത്ത പ്രശ്നം കൂടെ ഉണ്ടാക്കിയും കൊണ്ടാണല്ലോ അവിടെ ഇരിക്കണേ എന്നുള്ള രീതിയിലൊക്കെ അവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അവിടെ ബിന്നി, ഓണിയൽ സാബു, അഭിലാഷ് ആൻഡ് ഷാനവാസ്, സരിക ചേച്ചിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവർ ഈ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ബിന്നി വീണ്ടും ഒരു തീ അവിടെ ഇടുന്നുണ്ട്. എന്താ പറയുന്നതെന്ന് വെച്ചാൽ അവിടെ ഇങ്ങനെ സംസാരിച്ചിട്ട് കൂട്ടമായി നിന്ന് ഫുഡ് ഉണ്ടാക്കിയാൽ അതിലൊക്കെ തുപ്പലം തെറിക്കില്ലേ എന്ന രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് അത് പോയിട്ട് വീണ്ടും നമ്മുടെ കിച്ചൺ ടീമും അവർ ചുറ്റിൽ നിന്ന് ഇങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അവരോട് വീണ്ടും പോയിട്ട് പറയുന്നുണ്ട് അത് കുറച്ച് സൂക്ഷിച്ചൊക്കെ ഫുഡ് ഉണ്ടാക്കണം, തുപ്പലമൊക്കെ അതിൽ വീഴും എന്നുള്ള രീതിയിൽ. അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ ബിന്നിനോട്, കഴിഞ്ഞ കിച്ചൺ ടീം നിങ്ങളായിരുന്നല്ലോ, ഓണിയൽ സാബു ബിന്നിയൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ അവിടെ ആ കിച്ചണിൽ നിന്നാണ് നമ്മുടെ റെന ഫാത്തിമയും ഓണിയൽ സാബുവും ഒക്കെ ആയിട്ട് ഭയങ്കര ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ തുപ്പലൊന്നും തെറിച്ചില്ലായിരുന്നു. അവിടെ വളരെ നോർമലായ രീതിയിലായിരുന്നു ഫുഡ് ഉണ്ടാക്കലും. നിങ്ങൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ സംസാരിക്കുകയൊന്നും ചെയ്യില്ലായിരുന്നു. ബിന്നിനോടാണ് ചോദിക്കാനുള്ളത് എനിക്ക്. എന്തായാലും ബിന്നി കേൾക്കില്ല, നിങ്ങളോടെങ്കിലും പറയട്ടെ. നമ്മുടെ അഭിപ്രായം നമ്മൾ പറയണമല്ലോ, ചുമ്മാ ഇരുന്ന് ഇങ്ങനെ എണ്ണ ഒഴിക്കുകയും തീയിട്ടുകൊണ്ടും ഒക്കെ ഇരിക്കുകയല്ലേ, അതുകൊണ്ട് പറഞ്ഞതാണ്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ അക്ബർ പറഞ്ഞാൽ അത് ഞങ്ങളുടെ കാര്യമല്ലേ, ഞങ്ങൾക്ക് തോന്നുന്ന പോലെ ഉണ്ടാക്കും, വേണമെങ്കിൽ കഴിച്ചാൽ മതി, ഞങ്ങൾ ഉണ്ടാക്കി തരും, നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിക്കാം, വേണമെങ്കിൽ കഴിക്കാതെ ഇരിക്കണ്ട എന്ന് പറഞ്ഞാൽ വീണ്ടും അവിടെ നിന്ന് പൊട്ടിത്തുടങ്ങി. അപ്പോൾ അതിന് ഓണിയൽ സാബു എണീച്ച് വന്നു ഒരു കമൻറ്റ് ചെയ്തു, അങ്ങനെ നിങ്ങൾ എങ്ങനെ പറഞ്ഞാലും എന്താ ചെയ്യുക, ഇപ്പോൾ സമയം എത്രയായി, ഇനിയും നിങ്ങൾ ഫുഡ് തന്നിട്ടില്ല, ലഞ്ചാണോ ഉണ്ടാക്കണേ എന്നുള്ള രീതിയിലൊക്കെ ചോദ്യം വന്നു. അപ്പോൾ അക്ബർ നീ നിൻ്റെ കാര്യം നോക്കിപ്പോൾ ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞ് തെറിയൊക്കെ വിളിക്കുന്നുണ്ട് ഓണിയൽ സാബുവിനെ. അപ്പോൾ തന്നെ
പോയി ബിഗ് ബോസിനോട് എന്ത് ചെറിയ പിള്ളേരെ പോലെ പിച്ചി നുള്ളി എന്നുള്ള കംപ്ലൈൻറ്റ്, ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്ന് ഷാനവാസും ഓണിയൽ സാബുമൊക്കെ പോയി പറയുന്നുണ്ട് ക്യാമറയുടെ മുന്നിൽ നിന്നിട്ട്. എന്നിട്ട് ഓണിയൽ സാബു പറയുന്നുണ്ട്, നീ തീർന്നു, എന്നെ ഇത് വിളിച്ചിട്ട് നീ ഇവിടെ നിൽക്കാമെന്ന് നീ വിചാരിക്കണ്ട എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. എന്തിന് ഇതൊക്കെ നോർമലാണ്, ഇതൊക്കെ എല്ലാവരും വിളിക്കുന്നു. ഇതിനു മുമ്പും ഇതിലും അപ്പുറം വിളിച്ചവരൊക്കെ ഉണ്ട്, എന്നിട്ടൊന്നും ഇവിടെ തീരുമാനമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഈ ഒരു വിഷയത്തിന് തീരുമാനം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനുശേഷം പിന്നെ ശരത്ത് വന്നിട്ട് പിന്നെ ഭയങ്കര ഒച്ചയും ബഹളമൊക്കെ ഉണ്ടായി. പിന്നെ ശരത്തിനോട് ഷാനവാസ് പറയുന്നത്, നീ ഒരു ടീം ഉണ്ടാക്കിയിട്ട് ഇവിടെ കളിക്കല്ലേ, ലാലേട്ടൻ വരെ പറഞ്ഞില്ലേ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഇപ്പുറത്തും ശരത്തും അക്ബറും നമ്മുടെ പുറത്ത് വന്നിരുന്നിട്ട് പറയുന്നുണ്ട്, ഓണിയലിനെ എന്തായാലും അടുത്ത വീക്കിൽ ഔട്ടാക്കണം, അവനിക്കുള്ള ഒരു പണി വേണം, അവൻ ഔട്ടാകുമ്പോൾ എനിക്കൊരു മഗ്ഗിൽ ചായ കൊണ്ടുവന്ന് അവൻ്റെ മുമ്പിലിരുന്ന് കുടിക്കണം. അക്ബർ ശരത്ത് പറയുന്നുണ്ട്, എനിക്ക് കാലിൻ്റെ മേലെ കാല് കയറ്റി വെച്ചിരിക്കണം. ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായിട്ടും അഭിലാഷ് ഇടപെട്ടില്ല. അതെന്തുകൊണ്ട്? അഭിലാഷിന് നല്ല ചമയണം, നല്ല കുട്ടിയായിരിക്കണം, അതുകൊണ്ടാണ് അഭിലാഷ് ഇടപെടാത്തത് എന്നുള്ള രീതിയിലൊക്കെ അവരവിടെ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷമാണ് മിഡ് വീക്ക് എവിക്ഷൻ എന്ന് പറഞ്ഞിട്ട് വന്നത്. ഒരു മോർണിംഗ് ടാസ്ക് ആയിട്ടാണ് അത് കൊടുത്തത്. മിഡ് വീക്ക് എവിക്ഷൻ അല്ല, മിഡ് വീക്ക് സസ്പെൻഷനാണ്. അതായത് കുറച്ച് നാൾ അവരുടെ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് മാറ്റി നിർത്തും. അവിടെ ക്യാമറയോ മൈക്കോ മറ്റ് ശബ്ദങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഒരു ഏകാന്തമായ ഒരു റൂമിലായിരിക്കും. അങ്ങനെ ഏകാന്തതയിൽ പോയവരെ ലൈവിലും കാണിക്കില്ല, എപ്പിസോഡിലും കാണിക്കില്ല. പക്ഷെ അവർ ബിഗ് ബോസ് വീട്ടിൽ ഉണ്ട്, അത്രയേ ഉള്ളൂ. അതാണ് സസ്പെൻഷൻ എന്ന് പറയുന്നത്. അതായത് ബിഗ് ബോസ് പറയുന്നത് അതൊരു സാക്രിഫൈസ് ആണ് എന്നുള്ള രീതിയിലാണ്. ഇവർക്ക് എല്ലാവർക്കും 500 പോയിന്റ് വീതം കൊടുക്കും, ഈ 6 പേർക്ക്. അതിൽ നിന്ന് ഗെയിം കളിച്ച് മുന്നേറാത്തത് ആരാണോ അവരുടെ 500 പോയിന്റ്, അതായത് 2 പേരുടെ 1000 പോയിന്റ് നമ്മുടെ കണ്ടസ്റ്റൻസിന് പോകും. അതാണ് സാക്രിഫൈസ് എന്ന് അവിടെ പറയുന്നത്. അപ്പം അങ്ങനെയാണ്. അപ്പോൾ ഇവരല്ല ഇത് കളിക്കേണ്ടത് ഇവർ തിരഞ്ഞെടുക്കുന്ന ഇവരുടെ സപ്പോർട്ടേഴ്സ്. ഇവർ 2 പേരെ സപ്പോർട്ടേഴ്സായിട്ട് തിരഞ്ഞെടുക്കണം. അപ്പോൾ അവരാണ് ഇവർക്ക് വേണ്ടി അവിടെ ഗെയിം കളിക്കേണ്ടത്. അവർ കളിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പോയിന്റ് കൊടുക്കുക ബിഗ് ബോസ്. ഓക്കെ, അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ റെന ഭയങ്കര ബുദ്ധിപരമായിട്ട് ഫസ്റ്റ് തന്നെ കയറി വന്നു. ഞാൻ ഫസ്റ്റ് പറയും. ഇവിടെ ബിഗ് ബോസ് അനൗൺസ്മെൻറ്റ് കഴിഞ്ഞിട്ടില്ല. ഇത് കേട്ടതും റെന വന്നു, ഞാനാണ് ഫസ്റ്റ് പറയുക, എനിക്ക് ഫസ്റ്റ് പറയണം എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. എന്നിട്ട് റെന തന്നെയാണ് ഫസ്റ്റ് പറഞ്ഞത്. റെന തിരഞ്ഞെടുത്ത ആൾ ആര്യനും ജിസേലിനെയാണ് റെനാക്ക് സപ്പോർട്ടായിട്ട് തിരഞ്ഞെടുത്തത്. അടുത്തത് ഷാരികയാണ് വന്നത്. ഷാരിക വന്നിട്ട് 2 സപ്പോർട്ടേഴ്സിനെ തിരഞ്ഞെടുക്കാൻ വന്നപ്പോൾ ഷാരിക സെലക്ട് ചെയ്തത് ബിന്നീനെയും ആദില ആൻഡ് ന്യൂറനെയാണ്. അവിടെയും ഒരു നല്ലൊരു ഗെയിം തന്നെയാണ്, കാരണം അവർക്ക് 3 പേരെ കിട്ടും. അടുത്തത് ഓണിയൽ സാബു ആണ്. ഓണിയൽ സാബു വന്നിട്ട് സെലക്ട് ചെയ്ത് ആരെന്ന് വെച്ചാൽ രാവിലെ വഴക്കുണ്ടായല്ലോ അക്ബറുമായിട്ട്, ചീത്ത വിളിച്ചു, ഇവനെന്ന് തീരുമാനം ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞവനെ തന്നെയാണ് നമ്മുടെ ഓണിയൽ സാബു തിരഞ്ഞെടുത്തത്. അക്ബറിനെയും ഷാനവാസിനെയാണ് സെലക്ട് ചെയ്തത്. അടുത്തത് അനീഷാണ് വന്നത്. അനീഷ് വന്നിട്ടും നല്ലൊരു ഗെയിമാണ് കളിച്ചത്. കാരണം അനീഷിന് വേണ്ടി കളിക്കാൻ അനീഷിൻ്റെ ഏറ്റവും വലിയ ശത്രുവായ ശരത്തിനെയും അനുവിനെയാണ് തിരഞ്ഞെടുത്തത്. അപ്പം അനീഷിന് വേണ്ടി കളിച്ചേ അവർക്ക് പറ്റൂ, അല്ലെങ്കിൽ അവർക്ക് നെഗറ്റീവ് വരുന്ന അവർക്ക് 2 പേർക്ക് എന്തായാലും അറിയാം. അപ്പോൾ ഇങ്ങനെയാണ് സെലക്ഷൻ നടന്നതെല്ലാം. പിന്നെ കാണിക്കുന്നത് നമ്മുടെ കിച്ചണിൽ നമുക്ക് ഈ ജിസേലിന് മാത്രം എന്നും ഡ്രസ്സ് മാറി ഇടാനുള്ളത് കിട്ടുന്നുണ്ട്. അതുമല്ല, ജിസേലിൻ്റെ ഡ്രസ്സിൽ മാത്രം സീലില്ല, ബാക്കി എല്ലാവരുടെ ഡ്രസ്സിലും സീലുണ്ട്. അപ്പം അതിനെക്കുറിച്ചൊക്കെ ഇവിടെ വാഷ്റൂമിൽ നിന്നിട്ട് ഇവർ സംസാരിക്കുന്നുണ്ട്. വാഷ്റൂം ഏരിയയിൽ നിന്നിട്ട് ജിസേലിന് മാത്രം ഇങ്ങനെ എപ്പോഴും എവിടെ നിന്നാണ് ഡ്രസ്സ് കിട്ടുന്നത്, ബിഗ് ബോസ് അനുവദിച്ച ഡ്രസ്സാണോ അതെന്ന് നമ്മുടെ ഷാനവാസ്, സരിക, അനിമോള്, ഊഞ്ഞില എല്ലാവരും കൂടെ നിന്ന് അവിടെ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ബിഗ് ബോസ് ജിസേലിനെ വിളിപ്പിക്കുന്നതും എല്ലാവരെയും ലിവിങ് റൂമിലേക്ക് വിളിച്ചിട്ട് സംസാരിക്കുന്നതും. ജിസേലിൻ്റെ ഡ്രസ്സിന് ഷാനവാസ് ശ്രദ്ധിക്കുന്നില്ലേ, നിയമപ്രകാരമുള്ള ഡ്രസ്സല്ല ജിസേൽ ധരിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ ഷാനവാസിനോട് പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് ചോദിക്കുന്നുണ്ട്, ജിസേൽ അങ്ങനെയാണോ, ഇത് ബിഗ് ബോസ് തന്ന ഡ്രസ്സല്ലേ നിങ്ങൾക്ക് എന്നൊക്കെ ചോദിക്കുമ്പോൾ ജിസേൽ പറയുന്നുണ്ട്, അതെ ഇതെനിക്ക് ലോഞ്ചിന് ബിഗ് ബോസ് തന്നിട്ട്. അപ്പോൾ ലോഞ്ചിന് എത്ര ഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ജിസേലിന്? കുറേ ഡ്രസ്സുകളുണ്ട്. ഡെയിലി ഇവർ ഈ 2 ഡ്രസ്സ് തന്നെ പാവങ്ങൾ മഴയത്ത് അലക്കിയിട്ടിട്ട് മഴയത്ത് നനഞ്ഞ ഡ്രസ്സ് തന്നെയാണ് ഈ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ജിസേൽ മാത്രം ഡെയിലി ഓരോ ഡ്രസ്സുകൾ ഇട്ടുകൊണ്ട് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഇന്നർ വെയറാണ്. അത് കണ്ടിട്ട് ഇന്നർ വെയറിനെ പോലെയൊന്നും തോന്നുന്നില്ല. അപ്പോൾ ജിസേൽ പറയുന്നുണ്ട്, ഇതെൻ്റെ ബോഡി സ്യൂട്ടാണ്, ഇത് ഇന്നർ വെയറാണ്, അതിൻ്റെ ഇത് കീറിപ്പം മറ്റേ
പാൻറ്റും ഷർട്ടിൻ്റെയും നൈറ്റ് ഡ്രസ്സ് പോലത്തെ ഒരു ഡ്രസ്സാണ് ജിസേൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഇത് ടോപ്പ് കീറിപ്പോയി എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അനുമോൾ അവിടെ ഇരുന്ന് ചോദിക്കുന്നുണ്ട് ശരിക്കും കീറിയതാണോ എന്താണ് എന്നുള്ളതൊക്കെ ചോദിക്കുമ്പോഴത്തേനും ജിസേൽ പറയുന്നുണ്ട് എല്ലാവർക്കും എന്നോട് കുശുമ്പാണ്, അമ്മൂമ്മമാരെ ഇരുന്ന് പറയണ പോലെ അവിടെ ഇരുന്ന് പറയണേ എന്നുള്ള രീതിയിലൊക്കെ ജിസേൽ പറയുന്നുണ്ട്. അനീഷ് ചോദിക്കുന്നുണ്ട് ഇന്നർ വെയർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇത് ഇന്നർ വെയർ ആണോ എന്താണ് എനിക്ക് അറിയാനിട്ടാണ് ചോദിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ജിസേൽ പറയുന്നുണ്ട് ഇന്നർ വെയർ തന്നെയാണ്, ബോഡി സ്യൂട്ടാണ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ഇതിട്ട് നടക്കാൻ ഗട്ട്സ് ഉണ്ട്, നിങ്ങൾക്ക് ഇതിട്ട് നടക്കാൻ ഗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇട്ട് നടന്നു എന്നുള്ള രീതിയിലൊക്കെ വളരെ ഇതായിട്ട് അഗ്രസീവായിട്ട് തന്നെ അനുമോളോട് പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് എനിക്ക് ഇങ്ങനത്തെ ഒന്നും ഇടേണ്ട ആവശ്യമില്ല, ഞാനും ഷോർട്സൊക്കെ ഇട്ട് നടക്കാറുണ്ട്, പക്ഷേ ഇങ്ങനത്തെ ഒന്നും ഇടാറില്ല, ഇത് കുടുംബ പ്രേക്ഷകർ കാണുന്ന പരിപാടിയാണ്, ഇവിടെ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ട് കാണാനല്ല എന്നെ കാണുന്നവർക്ക് ഇഷ്ടം, നല്ല രീതിയിൽ കാണാനാണ് എന്നുള്ള രീതിയിലൊക്കെ അനുമോൾ പറയുന്നുണ്ട്. അപ്പോൾ അനുമോളിനോട് പറയുന്നുണ്ട്. അപ്പോൾ വീണ്ടും കീറിയത് കാണിക്കുമ്പോൾ എനിക്കും കണ്ടിട്ട് അതിങ്ങനെ വലിച്ച് കീറിയ പോലെ തന്നെ തോന്നും. കാരണം നൂല് വിട്ട സാധനം എങ്ങനെയാണ് കീറാമെന്നും ഒരു വലിച്ച് കീറിയ സാധനം എങ്ങനെയാണെന്നും കണ്ടാൽ തന്നെ അറിയാം. അത് കണ്ടിട്ട് വലിച്ച് കീറിയതുപോലെയാണ് തോന്നിയത്. ചെറുതായി വിട്ടിട്ടുണ്ടാവും, അത് വലിച്ച് കീറിയിട്ടുണ്ടാവും. എനിക്ക് അങ്ങനെയാണ് അത് കണ്ടപ്പോൾ തോന്നിയത്. നിങ്ങൾക്കൊക്കെ എന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ട കാര്യം പറയുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ അനുമോൾ ചോദിച്ചു ഇത് കീറിയ പോലെ അല്ലല്ലോ എന്നുള്ളത് ചോദിച്ചപ്പോൾ ഇതിൽ പറഞ്ഞ മറുപടി ഇതാണ്, ഞങ്ങളെപ്പോലെ ഹൈറ്റും വെയിറ്റും ഉള്ള ആൾക്കാർക്കൊക്കെ ഡ്രസ്സ് കീറിപ്പോവും, ഇപ്പം എൻ്റെ ഡ്രസ്സ് കീറി, അക്ബറിൻ്റെ ഡ്രസ്സ് കീറി, നിങ്ങളെപ്പോലെ ഉള്ളവർക്ക് ഡ്രസ്സ് കീറിണ്ടാവില്ല എന്നുള്ള രീതിയിലൊക്കെ പറയണ്ട. അപ്പോൾ തന്നെ അനുമോൾ അങ്ങനെ പറയണ്ട എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ഓടി വാഷ്റൂമിൻ്റെ ഭാഗത്ത് പോയി നിന്ന് കരയുണ്ട്, ബഹളം വെക്കുന്നുണ്ട്. അനീഷ് പറയുന്നുണ്ട് അത് റോങ് ആണ്, അതിവിടെ പറയരുത്, ഹൈറ്റും വെയിറ്റിൻ്റെയും കളറിൻ്റെ ഒന്നും കാര്യം ഇവിടെ പറയാൻ പാടില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പം എല്ലാവരും അനുമോളിനെ ആശ്വസിപ്പിച്ച് കരച്ചിലിനെ ആശ്വസിപ്പിച്ചൊക്കെ വന്നിട്ട് ഇരുത്തിയിട്ട് പറയുന്നുണ്ട്. അപ്പം ബിഗ് ബോസ് പറയുന്നുണ്ട് ജിസേലിനോട് ഇനിയും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തിരിച്ച് തരേണ്ടതാണ്, ഞങ്ങൾ ഏത് ഡ്രസ്സ് തരണോ അത് മാത്രം ഇട്ടാൽ മതി, ഈ ഡ്രസ്സൊന്നും ഇടാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ജിസേൽ എടുത്തിട്ട് വരുന്നത് തന്നെ കുറേ ഡ്രസ്സുകളുണ്ട് ജിസേലിൻ്റെ അടുത്ത്. അതൊക്കെ ബിഗ് ബോസ് കൊടുത്തതെന്നാണ് പറയുന്നത് ലോഞ്ച് സമയത്ത്. ഈ ലോഞ്ച് സമയത്ത് കൊടുത്തതൊക്കെ ബാക്കി എല്ലാവരും തിരിച്ചു കൊടുത്തു. ബിഗ് ബോസ് 2 ജോഡി ഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്, അതുമാത്രമേ എല്ലാവരുടെ കയ്യിലും ഉള്ളൂ. പക്ഷേ ജിസേൽ കൊടുത്തിട്ടില്ല. ജിസേലിൻ്റെ കയ്യിൽ ഇനിയും മേക്കപ്പ് ഐറ്റംസ് ഉണ്ട്, ഡ്രസ്സുകളുണ്ട്. ഇപ്പോഴും ഡ്രസ്സുകൾ കൊടുത്തതിലും മേക്കപ്പ് ഐറ്റംസ് പെട്ടിട്ടുണ്ടാവില്ല, ഇനിയും ഉണ്ടാവും ജിസേലിൻ്റെ കയ്യിൽ എന്തായാലും. അല്ലാതെ ഇപ്പോൾ ഈ ലിപ്സ്റ്റിക്കും ഈ മേക്കപ്പൊക്കെ എവിടെ നിന്ന് വരാനാണ് ജിസേലിന് ഇത്ര അധികം? ബാക്കി എല്ലാവരെയും കണ്ടാലറിയാം ഒന്നുമില്ല ആരുടെ കയ്യിലും. എല്ലാവരുടെയും ഫേസും ആ കോസ്റ്റ്യൂമൊക്കെ കണ്ടാലറിയാം. അപ്പോൾ അവങ്ങൾക്കൊന്നുമില്ല. ജിസേൽ മാത്രം അവിടെ എപ്പോഴും ഭയങ്കര, ജിസേൽ മാത്രം എന്തോ ഒരു ഇതുള്ള പോലെ അവിടെ. അപ്പോൾ അനുമോൾ അത് കഴിഞ്ഞ് ജിസേൽ ചോദിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് കീറേന് പകരം വേറെ ഡ്രസ്സ് തരുമോ എന്നൊക്കെ ബിഗ് ബോസിനോട് ചോദിക്കുമ്പോൾ ബിഗ് ബോസ് പറഞ്ഞു എല്ലാവരോടും പിരിഞ്ഞു പോകും എന്നുള്ള രീതിയിൽ അതിനൊരു മറുപടി കൊടുക്കാണ്ട് ജിസേലിനെ വിട്ടു. അതിനുശേഷം ശൈത്യയും അനുമോളും അപ്പുറത്ത് പോയിരുന്ന് പറയുന്നുണ്ട് ജിസേലിന് എന്ത് പറഞ്ഞാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യും, ജിസേലിനെ കുറിച്ച് ഇവിടെ മിണ്ടാൻ പറ്റില്ല. ആണുങ്ങളെല്ലാം ജിസേലിന് സപ്പോർട്ടാണ്. കാരണം ആണുങ്ങൾ അവളിടുന്ന ഡ്രസ്സ് അങ്ങനെ കാണാനാണ് ഇഷ്ടപ്പെടുന്നത്, അതുകൊണ്ടാണ് പറയുന്നത് ജിസേലിന് സപ്പോർട്ട് പറയുന്നത് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ അനുമോൾ എപ്പോഴും ഈ ആണുങ്ങളെ പറയുന്നുണ്ടല്ലോ, ഫസ്റ്റ് തന്നെ പറഞ്ഞു അക്ബർ നോക്കുന്ന നോട്ടം ശരിയല്ല. അപ്പോൾ അത് ലാലേട്ടൻ വന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ദേഷ്യത്തിൽപ്പെട്ടത് നോട്ടമാണ് ശരിയല്ല എന്ന് പറഞ്ഞത് എന്ന് പറയുന്നു. ഇപ്പം നിവീനെ നോമിനേറ്റ് ചെയ്തപ്പോൾ എന്താ പറഞ്ഞത്, ഡബിൾ മീനിങ്ങിൽ സംസാരിക്കുന്നു, നോട്ടം ശരിയല്ല, ഇരുത്തം ശരിയല്ല എന്നുള്ള രീതിയിലൊക്കെ. ഇപ്പോൾ ഇത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തും ഇങ്ങനെ ഓരോന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ചോദിക്കുകയാണ്, ഈ അനുമോൾ പങ്കെടുത്ത വേറൊരു ചാനലിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ, സ്റ്റാർ മാജിക് എന്ന പരിപാടി. ആ പരിപാടിയിൽ എങ്ങനത്തെ ഗെയിമും എങ്ങനത്തെയൊക്കെ സംസാരങ്ങളുമായിരുന്നു. അപ്പോൾ അതിൽ എൻ്റെ വരെ അനുമോൾ ഉണ്ടായിരുന്ന ഒരാളായിരുന്നല്ലോ, അതൊക്കെ നല്ലതായിരുന്നു. ഈ തമാശയ്ക്ക് പറയുന്ന കാര്യങ്ങളെല്ലാം അവിടെ അത് തമാശയായി എടുത്തെങ്കിൽ ഇവിടെ എന്താണ് അനുമോൾ അപ്പോൾ എന്താ കാർഡ് ഇറക്കി കളിക്കാമെന്നുള്ള രീതിയിലാണോ? കരച്ചിൽ കാർഡും മറ്റേ കാർഡൊക്കെ ഇങ്ങനെ ഇറക്കി കളിക്കാമെന്നുള്ള രീതിയിലാണോ? മനസ്സിലാവുന്നില്ല. അതിനുശേഷം കാണിക്കുന്നത് നമ്മളെ ബെഡ്റൂമിലിരുന്നിട്ട് മറ്റേ നിവീന് തക്കാളി ജ്യൂസാക്കി അതിൽ പഞ്ചസാരയൊക്കെ ഇട്ട് ഇങ്ങനെ കയ്യിലിട്ട് ഇളക്കി കപ്പിലിങ്ങനെ ജ്യൂസാക്കി കുടിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അപ്പുറത്തുനിന്ന് ന്യൂറ വരുന്നുണ്ട്. ന്യൂറ വന്നിട്ട് എടാ എന്താടാ ചെയ്യണേ, എന്താ നിനക്കൊരു കള്ളത്തരം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവൻ എണീച്ച് നിന്നിട്ട് കുറച്ച് കുടിച്ചിട്ട് ഞാൻ കുടിച്ച് ടേസ്റ്റ് നോക്കുമെന്ന് പറഞ്ഞിട്ട് ന്യൂറനെയും പിടിച്ചവിടെ ഇരുത്തി കുടിപ്പിച്ചിട്ട് പറയുകയാണ് ഇപ്പോൾ ഞാനും നീ ഒന്നായി, നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് കള്ളത്തരം ചെയ്തത്. അപ്പോൾ 2 അടിയൊക്കെ കൊടുത്തിട്ട് ന്യൂറ അവിടുന്ന് അതൊരു ഫണ്ണി വേ ഓഫ് സീനായിട്ടാണ് പോയത്. പിന്നെ അടുത്തതായി കാണിക്കുന്നത് നമ്മുടെ
ഈ 6 പേർക്ക് മത്സരിക്കാനുള്ള ടാസ്ക്കാണ് കാണിക്കുന്നത്. ടാസ്കിൻ്റെ പേരാണ് കോയിൻ വേട്ട എന്നാണ് പേര്. അവിടെ ഒരു മഡ് ബിറ്റ് ഉണ്ടാവും, അതിൽ കുറച്ച് കോയിൻസ് ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് എടുക്കണമെങ്കിൽ നമ്മളുടെ സഹായത്തിന് 2 പേരെ എല്ലാവരും സെലക്ട് ചെയ്തല്ലോ, അവരാണ് ഇവിടെ ഗെയിം കളിക്കുന്നത്. 2 പേരിൽ ഒരാൾ ട്രഷർ ബോക്സ് ഉണ്ട്, ഒരു ട്രഷർ ബോക്സും ഒരു ടബിൽ കളർ വെള്ളവും ഉണ്ടാവും. ആ കളർ വെള്ളത്തിൽ നിന്ന് കീ എടുത്ത് ഈ ട്രഷർ ബോക്സ് തുറന്ന് ആ ട്രഷർ ബോക്സിനുള്ളിലാണ് സേഫ്റ്റി ഗിയറുകളുണ്ട്. ആ സേഫ്റ്റി ഗിയറുകൾ എടുത്ത് വിയർ ചെയ്തിട്ട് വേണം അവർ ഈ മഡ് ബിറ്റിലേക്ക് ഇറങ്ങി കോയിനുകൾ തിരഞ്ഞെടുക്കാൻ. എത്രയും കോയിനുകൾ കിട്ടുന്നു അവരാണ് ഫസ്റ്റ് പോയിന്റിന് അർഹൻ. അങ്ങനെയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കത് തുറക്കാൻ കിട്ടിയത് നമ്മുടെ ശൈത്യ, ബിൻസി അവർക്കാണ്. ശൈത്യയാണ് പെട്ടെന്ന് ചാടി ഇറങ്ങിയതും. പക്ഷേ ശൈത്യ ഒരു കാര്യം ചെയ്തിരുന്നില്ല, സേഫ്റ്റി ഗിയറുകളൊന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് വീണ്ടും തിരിച്ചു പോയി അതൊക്കെ യൂസ് ചെയ്തിട്ടാണ് വന്നത്. പിന്നെ വന്നത് ആര്യൻ, അങ്ങനെ എല്ലാവരും, നിവീൻ, എല്ലാവരും ഭയങ്കരമായിട്ട് കളിച്ചു. നമ്മുടെ ശരത്തിനും അപ്പാനി ശരത്തിനും അനുമോൾക്കും മാത്രമാണ് കീ അങ്ങോട്ട് സെറ്റ് ആയതേ ഇല്ല. കുറേ സമയം നോക്കി. ഒരു എന്താ പറയുക, ടാസ്കിൻ്റെ ബസറിൻ്റെ കുറച്ച് മുന്നാണ് അവർക്ക് കീ സെറ്റായതും കിട്ടിയത്. ഇത് അവർ സത്യസന്ധമായി കളിച്ച പോലെ തന്നെയാണ് തോന്നിയത്. അങ്ങനെ ഇതായിട്ടൊന്നും തോന്നിയില്ല. ഇനി എന്താണ് അവരുടെ ഗെയിം പ്ലാൻ എന്നൊന്നും അറിയില്ല. എന്നിട്ട് വെറും 3 മാത്രമേ അനീഷിന് കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ കിട്ടിയത് വന്നിട്ട് അനുമോൾക്കും ശരത്തിനും കുറേ ടൈമായല്ലോ. അപ്പോഴത്തേനും മറ്റുള്ളവരൊക്കെ കുറേയൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അപ്പോൾ ഗെയിം കഴിഞ്ഞിട്ട് ബസർ അടിച്ചതിന് ശേഷം എല്ലാവരുടെ ഡ്രസ്സിലും ചെളിയായി. ആര്യൻ എല്ലാവരുടെ ഡ്രസ്സിലും ചെളിയൊക്കെ തെറിപ്പിച്ച് അവിടെ കാണണം ടി വിയിലൊക്കെ ചെളി തെറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ വരുമ്പോൾ ബിന്നി അനീഷിനോട് ചൂടാകുന്നുണ്ട്. എന്തിനാണ് ചെളി തെറിപ്പിച്ചത്, വേറെ ഡ്രസ്സില്ലാന്ന് അറിയില്ലേ എന്ന രീതിയിൽ ശാരികയും ബിന്നിയൊക്കെ ആര്യനോട് ദേഷ്യപ്പെടുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് കോയിനുകൾ ആർക്ക് എത്രയൊക്കെ കിട്ടിയെന്ന് പറയണം. അപ്പോഴും ബിഗ് ബോസ് പറയുന്നുണ്ട്, നിങ്ങൾ തിരഞ്ഞെടുത്ത ആൾക്കാർ നന്നായി കളിച്ചു എന്ന് സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ള രീതിയിൽ വീണ്ടും ബിഗ് ബോസ് അത് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, എൻ്റെ ഗ്രൂപ്പിനെ സെലക്ട് ചെയ്തതിൽ ഞാൻ പൂർണ്ണമായും സാറ്റിസ്ഫൈഡ് ആണ്. അവരെനിക്ക് വേണ്ടി നല്ല രീതിയിൽ തന്നെ ഗെയിം കളിച്ചു എന്നുള്ള രീതിയിലൊക്കെ അനീഷ് പറയുന്നുണ്ട്. അനീഷിന് 3 കോയിനാണ് കിട്ടിയത്. ഓനിയൽ സാബുവിന് 12 കോയിന്, രേണുവിന് 13 കോയിന്, റെനാക്ക് 15 കോയിന്, ശാരികക്ക് 9 കോയിന്, സരികക്ക് 14 കോയിന്. അങ്ങനെയാണ് കിട്ടിയത്. അതിൽ കൂടുതൽ പോയിൻ്റ് കിട്ടിയത് നമ്മുടെ റെന ഫാത്തിമാക്ക് തന്നെയാണ്. റെന ഫാത്തിമാക്ക് 6 പോയിൻ്റ് കിട്ടി. അടുത്തത് സരികക്ക് 5 പോയിൻറ്റും, രേണുവിന് 4 പോയിൻറ്റ്, ഓണിയലിന് 3 പോയിൻറ്റ്, ശാരികക്ക് 2 പോയിൻറ്റ്. ഏറ്റവും കുറഞ്ഞ പോയിൻ്റാണ് അനീഷിന് ഇനി ഫസ്റ്റ് എത്തണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടേണ്ടിയിരിക്കുന്നു. ഇനിയുള്ള എല്ലാ ടാസ്കിലും ഫസ്റ്റ് കിട്ടിയാലേ അനീഷിന് നല്ലൊരു പോയിൻ്റ് അവിടെ കിട്ടാൻ പറ്റുള്ളൂ. നല്ലോണം തന്നെ പ്രയത്നിക്കേണ്ടി വരും അവിടെ. അപ്പം ഇതിൽ ഏറ്റവും കുറവ് പോയിൻ്റ് കിട്ടണം, ഇങ്ങനെ ഗെയിമുകളിൽ ഏറ്റവും കൂടുതൽ പോയിൻ്റ് കുറവ് കിട്ടണവർക്കാണ് മറ്റേ നിഗൂഢമായ റൂമിലേക്ക് പോവുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ എന്താ കൊടുത്തിരിക്കുന്നത്, നമ്മൾ പ്രമോയിൽ കണ്ട ഫ്രിഡ്ജിൽ സാധനങ്ങൾ ഏറ്റവും കൂടുതൽ കയറ്റുക എന്നാണ്. അതിൽ എന്താ ടെഡീനെയൊക്കെ കൊണ്ടുപോയി കോമൺ സെൻസ് ഇല്ലാണ്ട് കയറ്റി തോന്നുന്നു. നമ്മുടെ ബിഗ് ബോസ് വഴക്ക് പറയുന്നതൊക്കെ കാണുന്നുണ്ട്. വേണ്ട സാധനങ്ങൾ, ഫ്രിഡ്ജിലേക്ക് വേണ്ട സാധനങ്ങൾ കയറ്റാണ്ട് എല്ലാം കൂടെ വലിച്ചുവാരി കയറ്റിയെന്നാണ് തോന്നുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്തത് കാണിക്കുന്നത് നമ്മുടെ അനീഷ് മഴയത്ത് കളിക്കാൻ ഷാനവാസിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അനീഷ് ഷാനവാസ് എണീച്ച് പോകുന്നില്ല. അപ്പോൾ അനീഷിനോടല്ല അവിടെ ചുറ്റിയിരിക്കുന്ന ആൾക്കാരോട് പറയുന്നത്, ഞാൻ പറഞ്ഞില്ലേ എന്നോട് അനീഷിനൊരു പ്രത്യേക സ്നേഹമുണ്ടെന്ന്. ഇപ്പം കണ്ടോ മഴയത്ത് കളിക്കാനൊക്കെ വിളിക്കണേ എന്നുള്ള രീതിയിൽ ആദിലയും നൂറയും ശാരിക ഷാനവാസ് എല്ലാവരും കൂടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ആദില ഇരുന്നിട്ട് ചോദിക്കുന്നുണ്ട്, അനീഷിന് പാർട്ട്ണറിന് വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, ഐ ഡോണ്ട് വാണ്ട് എനി പാർട്ട്ണർ, ഐ ഡോണ്ട് ബിലീവ് ഇൻ മാരേജ്. എനിക്ക് പാർട്ട്ണറിനെ അങ്ങനെ ആവശ്യമില്ല, അതിലൊന്നും ഇനി എനിക്ക് താല്പര്യമില്ല എന്നുള്ള രീതിയിലൊക്കെ അനീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇടയിൽ കൂടെ നമ്മുടെ ആദില പറയേണ്ടത് അതെ അങ്ങനെയൊക്കെ ആയിരുന്നു, പക്ഷേ ഇപ്പോൾ രേണു ചേച്ചീനെ കണ്ടപ്പോൾ ഒരു മനസ്സുമാറ്റമൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ അപ്പുറത്തുനിന്ന് ഷാനവാസ് പറയേണ്ട ഒരു ഇളക്കമൊക്കെ കൂടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അനീഷ് ചിരിച്ചിട്ട് അങ്ങോട്ട് നടക്കുന്നുണ്ട്. അപ്പം അനീഷ് പറയുന്നത് നമ്മളെല്ലാവരും അപരിചിതരാണ് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കണമൊക്കെയുണ്ട്. പിന്നെ കാണിക്കുന്നത് ശാരികയും
രേണുവും തമ്മിലുള്ള സംസാരമാണ്. ശാരിക രേണുവിൻ്റെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കണേ. എന്നെയാണ് അങ്ങനെ ഒരാൾ വിളിച്ചതെങ്കിൽ ഞാൻ ഒരിക്കലും അയാളോട് ക്ഷമിക്കില്ല, അവൻ വലിയ പാട്ടുകാരനും ഒക്കെ ആയിക്കോട്ടെ. അതായത് അക്ബർ വിളിച്ചല്ലോ സെപ്റ്റിക് ടാങ്കിൽ നിന്ന്, അതിൻ്റെ ഇഷ്യൂ തന്നെയാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അടുക്കളയിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അക്ബർ രേണുവിനെ കൺവിൻസ് ചെയ്യണമല്ലോ. രേണു നല്ലത് എന്ന് പറയലാണല്ലോ ഇന്ന് ഈ ആഴ്ചയിൽ നമ്മുടെ ലാലേട്ടൻ അക്ബറിനോട് പറഞ്ഞിരിക്കണം. അതിന് വേണ്ടിയിട്ട് ഹാർട്ട് ഷേപ്പിൽ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, അതൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. പക്ഷേ രേണു ഒന്ന് സമ്മതിക്കണില്ല. രേണു അവിടെ കൺവിൻസ് ആകുന്നില്ല. ഇതുകൊണ്ടൊന്നും നടക്കില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. ഞാൻ മറക്കില്ല എന്ന് പറയുന്നുണ്ട് രേണു. എന്നിട്ട് അവിടെ വെച്ചിട്ട് പോകുന്നുണ്ട്. ആരെയും സരികയൊക്കെ ബിൻസിയൊക്കെ വന്നിട്ട് കഴിക്കുമോ, ഒന്ന് കൺവിൻസ് ആവുമോ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അക്ബർ പാട്ട് പാടുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ കൺവിൻസ് ആവുന്നില്ല. എന്നിട്ട് അവസാനം എന്താ ചെയ്തതെന്ന് വെച്ചാൽ കൊണ്ടുവന്ന ആ ചപ്പാത്തി ഫുഡിന് ഞാൻ നിന്ദിക്കുന്നില്ല എന്നുള്ള പറഞ്ഞിട്ട് എല്ലാവർക്കും ആ ചപ്പാത്തിയിൽ നിന്ന് കുറച്ച് കഷ്ണങ്ങൾ കൊടുത്തിട്ട് അവസാനത്തെ പീസ് ഇത് ഞാൻ കൺവിൻസ് ആയിട്ടല്ല, ഫുഡിനെ ഞാൻ ആ രീതിയിൽ കാണുന്നില്ല, അതുകൊണ്ട് മാത്രം കഴിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കഷ്ണം എടുത്ത് കഴിക്കുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മുടെ അടുത്ത ടാസ്ക് വന്നത് ഒരിടത്തൊരിടത്ത് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ലൈഫ് സ്റ്റോറി പറയണം. അപ്പോൾ ഫസ്റ്റിന് അതിൽ ബൗളിൽ 3 ചീട്ടുണ്ടാവും. അതിൽ ഓരോ ചീട്ട് എടുത്തിട്ട് എന്താണോ വരുന്നത് അതിനനുസരിച്ചിട്ടാണ് പറയേണ്ടത്. അമ്മ, അച്ഛൻ, പ്രൊഫഷൻ എന്നുള്ളതായിരുന്നു 3 ചീട്ട്. അപ്പോൾ ആദ്യം തന്നെ വന്നത് ശാരികയാണ്. ശാരിക വന്നിട്ട് ലൈഫ് സ്റ്റോറിയൊക്കെ പറയുന്നുണ്ട്. അവരുടെ എങ്ങനെയാണ് ഈ മീഡിയയിലേക്ക് വന്നതും, യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഇട്ടിട്ടാണ്, അതുപോലെ ഡൈവേഴ്സാണ്, അവരുടെ ഭയങ്കര വിഷമമായ ട്രോമ അതൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം വന്നാണ് നമ്മുടെ രേണു ചേച്ചി വന്ന് ഭയങ്കരമായിട്ട് സ്റ്റോറിയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആ ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ടാണ് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അച്ഛൻ ബുദ്ധിമുട്ടിയാണ്, ശരിയായിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ ആ പറയുന്ന രീതി ഉണ്ടല്ലോ, എന്തോ എഴുതി വെച്ച് അത് ഇങ്ങനെ പറയണ പോലെ ഒരു എന്താ പറയുക, ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ടാണ് തോന്നിയത്. പ്രൊഫഷനെ കുറിച്ച് പറയാനും പറഞ്ഞപ്പോഴും എഡ്യൂക്കേഷനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരിപ്പോൾ എന്താണ് ചെയ്യുന്നത്, അവരുടെ ഇപ്പോൾ ആക്ടിങ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിനെക്കുറിച്ച് പറഞ്ഞില്ല. ഇത് മാത്രം എന്തൊക്കെ പഠിച്ചു, എന്താവണം വിചാരിച്ചു, നഴ്സിംഗ് പഠിച്ചു, ഏവിയേഷൻ പഠിച്ചു എന്നുള്ള രീതിയിലൊക്കെ, നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി ബാംഗ്ലൂരിൽ പോയി, അവിടെ പോയി കുറച്ച് കാര്യങ്ങളും ലീവൊന്നുമില്ല, ബാംഗ്ലൂർ അടിച്ചു പൊളിക്കുക എന്നുള്ള രീതിയിലൊക്കെയാണ് പോയത്. പക്ഷെ പറ്റിയില്ല, അതുകൊണ്ട് അത് അവിടെ നിർത്തി പോന്നു. അച്ഛനെ ഭയങ്കര ബുദ്ധിമുട്ടിച്ച് അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് പറഞ്ഞത്. അടുത്തത് ഓനിയൽ വന്നു. ഓനിയലിന് കിട്ടിയത് അമ്മ എന്നുള്ളതായിരുന്നു. അമ്മ, എൻ്റെ അമ്മ എന്ന് പറയുമ്പോഴത്തേന് എല്ലാവരും അവിടെ കരയാൻ തുടങ്ങി. അപ്പോൾ ഇതാണ് കാണിച്ചത് നമ്മുടെ ഇന്നലത്തെ എപ്പിസോഡിൽ. ഇതോടുകൂടെ എപ്പിസോഡ് എൻഡായി. അപ്പോൾ അതിന് ശേഷം പിന്നെ ഇപ്പോൾ രാവിലെ നമ്മുടെ അനീഷ് ഇന്നത്തെ പ്രമോക്കുള്ളത് അവിടെ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അനീഷ് പറയുന്നുണ്ട്, അനീഷും ജിസേലും അടുക്കളയിലാണല്ലോ 2 പേരും. അപ്പോൾ അനീഷ് ചെയ്യണതിന് ജിസേലിനും കുറച്ച് കുക്കിംഗ് ഒക്കെ അറിയാം, അനീഷിനെ അറിയില്ല. അപ്പോൾ അനീഷ് ഇങ്ങനെ ഓരോന്ന് ചെയ്യണതിന് അതങ്ങനെയല്ല അതിങ്ങനെയല്ല എന്നൊക്കെ ജിസേൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അനീഷ് പറയുന്നുണ്ട്, ഇതെന്ത് സംസാരമാണ്, ബോസി ടൈപ്പ് ഒന്നും എന്നോട് സംസാരിക്കേണ്ട, മര്യാദക്കുള്ള രീതിയിൽ പറഞ്ഞാൽ മതി എന്നുള്ള രീതിയിലൊക്കെ അവിടെ പുകഞ്ഞ് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി അത് എന്താവുന്നത് നമുക്ക് അടുത്ത ലൈവ് അപ്ഡേറ്റുമായി ഞാൻ ഉറപ്പായിട്ടും വരും. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതുവരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.